കേരള സർവകലാശാലയിൽ MBA വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസ് നഷ്ടപ്പെട്ട സംഭവത്തിൽ വൈസ് ചാൻസലർ വിളിച്ച പ്രത്യേക യോഗത്തിൽ വാക്കേറ്റം. വിവരങ്ങളുമായി ഡാൻ കുര്യനാണ് ചേരുന്നത്. ഡാൻ, എന്താണ് ഈ വാക്കേറ്റത്തിന് കാരണം? ABVP പ്രവർത്തകർ ഈ യോഗം ചേർന്ന ഹാളിന് ഫ്രണ്ടിലേക്ക് പ്രതിഷേധവുമായി എത്തുകയായിരുന്നു. ഇവരെ പോലീസ് എത്തി, കണ്ടോൺമെന്റ് പോലീസ് എത്തി അവരെ അവിടെ നിന്ന് ബലം പ്രയോഗിച്ച് നീക്കുകയാണ്. പോലീസ് വാഹനത്തിൽ വലിയ പ്രതിഷേധമാണ് ഈ സിൻഡിക്കേറ്റ് യോഗം ചേർന്ന്, അതായത് സർവകലാശാല ആസ്ഥാനത്ത് വൈസ് ചാൻസലർ വിളിച്ച യോഗം നടക്കുന്നതിനിടയിൽ പുറത്തെ ഹാളിന് മുന്നിലേക്കാണ് പ്രതിഷേധവുമായി ABVP പ്രവർത്തകർ എത്തിയത്. അവർ പല വഴികളിലായി ഈ യോഗം നടക്കുന്ന സ്ഥലത്തിന് മുൻപിലെത്തി പ്രതിഷേധിക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി പ്രതിഷേധിച്ചവരെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം, അതായത് ഈ വിഷയത്തിൽ വീണ്ടും പരീക്ഷ നടത്താമെന്ന കാര്യം VC അറിയിച്ചെങ്കിലും അങ്ങനെയല്ല, അവർ കോൾ മുഴുവൻ വരെയും വിജയിപ്പിക്കണമെന്നൊരു നിലപാടാണ് വിദ്യാർത്ഥി സംഘടനകൾ മുമ്പോട്ട് വെക്കുന്നത്. അത് പക്ഷേ എത്ര കണ്ട് അംഗീകരിക്കുമെന്ന കാര്യമൊക്കെ കാത്തിരുന്ന് തന്നെ കാണണം. എന്തായാലും പ്രതിഷേധിച്ചുകൊണ്ടിരുന്ന ABVP പ്രവർത്തകർ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് കണ്ടോൺമെന്റ് CIയുടെ നേതൃത്വത്തിലുള്ള പോലീസിൽ ഇവിടെ നിന്ന് നീക്കിയിരിക്കുകയാണ്. യോഗം നടക്കുന്ന ഹാളിന് മുമ്പിൽ ഇപ്പോൾ വലിയ പോലീസ് സാന്നിധ്യവും ഉണ്ട്. തീർച്ചയായും അവിടെ ഡാൻ, ഇപ്പോൾ ABVPയുടെ പ്രതിഷേധം നടക്കുന്നു. കഴിഞ്ഞ ദിവസം SFI, KSU വിദ്യാർത്ഥി സംഘടനകളൊക്കെ വലിയ വിയോജിപ്പുമായി എത്തിയിരുന്നു. കാരണം ഒരു വർഷം മുമ്പ് നടന്ന പരീക്ഷയാണ്, 2024 മെയ് മാസത്തിൽ നടന്ന പരീക്ഷയാണ്. ആ പരീക്ഷ വീണ്ടും എഴുതണം എന്നുള്ളതാണല്ലോ ഇപ്പോൾ യൂണിവേഴ്സിറ്റി അറിയിച്ചിട്ടുള്ളത്. ഈ തീരുമാനത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടാകാൻ സാധ്യതയുണ്ടോ? ഇപ്പോൾ എന്താണ് ഈ പ്രധാനമായും ചർച്ച ചെയ്യാൻ പോകുന്നത്? അഭിലാഷേ, 71 വിദ്യാർത്ഥികളുടെ MBA ഫിനാൻസ് പരീക്ഷയുടെ ചോദ്യ പേപ്പറുകളാണ് ഒരു അധ്യാപകന്റെ പക്കൽ നിന്ന് ബൈക്കിൽ യാത്ര ചെയ്യുന്നതിനിടയിൽ കാണാതെ പോയിരിക്കുന്നത് എന്നാണ് അദ്ദേഹം ഈ സർവകലാശാല അധികൃതരെ അറിയിച്ചിരിക്കുന്നത്. അതിൽ ഒരു വർഷം മുമ്പാണ് ഈ സംഭവം ഉണ്ടായത്. പക്ഷേ ഈ അധ്യാപകൻ നേരിട്ട് ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ സർവകലാശാല ആസ്ഥാനത്ത് എന്തുകൊണ്ട് രജിസ്ട്രാറെ ഉൾപ്പെടെ ഈ വിവരം അറിയിച്ചില്ല എന്ന കാര്യത്തിലൊക്കെ ഒരു സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ പരീക്ഷയുടെ ഫലം വൈകി, ഏറെ നാളായിട്ടും ഫലം ലഭിക്കാതെ വരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് അവർ പ്രതിഷേധവുമായി രംഗത്തെത്തും. ഇതിൽ KSU ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ യുവജന സംഘടനകൾ, വിദ്യാർത്ഥി സംഘടനകൾ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനിടയിലാണ് ഈ ചോദ്യപേപ്പറുകൾ അല്ലെങ്കിൽ ഈ മൂല്യനിർണ്ണയം നടക്കുന്നതിനിടയിൽ ഈ ഉത്തരപേപ്പറുകൾ മുഴുവൻ കാണാതാവുകയായിരുന്നു. ബൈക്കിൽ പോകുന്നതിനിടയിൽ ബൈക്കിൽ നിന്ന് നഷ്ടപ്പെടുകയായിരുന്നു എന്ന വിവരം അധ്യാപകൻ ഈ സർവകലാശാല ഉദ്യോഗസ്ഥരെ അറിയിക്കുന്നത്. പക്ഷേ അപ്പോഴേക്കും സമയമേറെ വൈകിയിരുന്നു. വിദ്യാർത്ഥികൾ പല സ്ഥലങ്ങളിലേക്ക് പഠനാവശ്യങ്ങൾക്കും ജോലിക്കുമൊക്കെയായി പോകുന്ന ഒരു പശ്ചാത്തലം. പിന്നെ എന്തുകൊണ്ട് ഈ നടപടികൾ കൃത്യസമയത്ത് ഉണ്ടായില്ല എന്നതാണ് സംഘടനകൾ ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം. അവിടെ പരീക്ഷ വീണ്ടും നടത്തുക എന്നൊരു തീരുമാനത്തിനപ്പുറത്തേക്ക് അവരെ പ്രായോഗികമായി ഓൾ പാസ് നൽകി വിജയിപ്പിക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടാകണം എന്ന ആവശ്യമാണ് ഈ സംഘടനകൾ, KSU ഉൾപ്പെടെയുള്ള സംഘടനകൾ കഴിഞ്ഞ ദിവസം മുതൽ മുമ്പോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കാര്യത്തിൽ ഏത് തരത്തിലായിരിക്കും ഈ വൈസ് ചാൻസലറുടെ ഭാഗത്തുനിന്നൊരു തീരുമാനം ഉണ്ടാകുക എന്നതാണ് ഇനി അറിയാനുള്ളത്. എന്തായാലും വലിയൊരു ഗുരുതരമായൊരു പ്രതിസന്ധിയാണ് സർവകലാശാലയെ സംബന്ധിച്ചുണ്ടായിരിക്കുന്നത്. കാരണം 71 വിദ്യാർത്ഥികളുടെ ഭാവിയുമായി ബന്ധപ്പെട്ട കാര്യം, അതിൽ അനുഭാവപൂർണമായൊരു തീരുമാനം എടുക്കേണ്ടത് സർവകലാശാലയ്ക്ക് മുന്നിലൊരു അനിവാര്യതയായി മാറും. എന്തായാലും ഈ വിഷയത്തിൽ വൈസ് ചാൻസലർ വിളിച്ച യോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന അല്പസമയത്തിനകം അതിൽ പങ്കെടുക്കുന്ന അംഗങ്ങൾ പുറത്തെത്തി പ്രതികരിച്ചേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ശരി ഡാൻ, ഇപ്പോൾ ഈ ദൃശ്യങ്ങളിലടക്കം നമുക്ക് പോലീസ് സംഘത്തെ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അവരാണ് നേരത്തെ ABVP പ്രവർത്തകരെ അവിടെ നിന്ന് നീക്കം ചെയ്തത്. ഇനിയും ഈ പ്രതിഷേധങ്ങൾക്കുള്ള സാധ്യതയുണ്ടോ? നേരത്തെ സൂചിപ്പിച്ചതുപോലെ SFI അടക്കം നേരത്തെ തന്നെ പ്രതിഷേധം അറിയിച്ചു കഴിഞ്ഞതാണ്. അതായത് ഈ കൂടുതൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. കൂടുതൽ പോലീസ് ഫോഴ്സ് ഇവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് ഈ വിദ്യാർത്ഥി സംഘടനയുടെ ഭാഗമായി വനിതാ പ്രവർത്തകർ പ്രതിഷേധവുമായി എത്താനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് അങ്ങനെയൊരു നീക്കം ഉണ്ടാകുന്നത് എന്ന് വേണം കരുതാൻ. കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർ നേതൃത്വത്തിൽ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തുമെന്നാണ് വിവരം. എന്തായാലും വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധമാണ് അല്പസമയം മുമ്പ് ഈ യോഗം നടന്ന ഹാളിന് മുൻപിൽ ഉണ്ടായത്. അവിടേക്ക് മാധ്യമപ്രവർത്തകർക്ക് പോലും കടന്നു പോകാൻ കഴിയാതെ കൃത്യമായി എല്ലാം ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഈ സർവകലാശാല ആസ്ഥാനത്തേക്ക് മറ്റാരെയും പ്രവേശിപ്പിക്കില്ല എന്ന കാര്യം രാവിലെ തന്നെ അവർ അറിയിച്ചതാണ്. പിന്നീട് എങ്ങനെ ഈ പ്രതിഷേധക്കാർ അവിടേക്ക് എത്തി എന്നതാണ് ഇപ്പോഴും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം. കാരണം അത്തരത്തിൽ വലിയ സുരക്ഷ പോലീസ് ഒരുക്കിയിരുന്നതാണ്. അതിനിടയിലൂടെയാണ് ഈ 6-7 പ്രവർത്തകർ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർ പ്രതിഷേധവുമായി ഈ യോഗം നടക്കുന്ന സ്ഥലത്തെ ഹാളിന് മുൻപിലെത്തി
വലിയ തരത്തിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അവരുടെ പ്രതിഷേധം അറിയിച്ചത്. പോലീസിന് മുമ്പിലും വളരെ അപ്രതീക്ഷിതമായ ഒരു നീക്കമായിരുന്നു ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. തുടർന്ന് ആ സ്ഥലത്തുണ്ടായിരുന്ന പോലീസ് സംഘം അവിടേക്ക് ഓടിയെത്തി അവിടെ നിന്ന് അവരെ ബലം പ്രയോഗിച്ച് നീക്കി ഇപ്പോൾ കന്റോൺമെന്റ് സ്റ്റേഷനിലേക്ക് മാറ്റിയിരിക്കുകയാണ്. വീണ്ടും പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ സർവകലാശാല ആസ്ഥാനത്തേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. കേരള സർവകലാശാലയിലെ MBA 3ാം സെമസ്റ്റർ പരീക്ഷാ പേപ്പർ ആണ് ഉത്തരപേപ്പർ ആണ്, ഉത്തരക്കടലാസുകൾ ആണ് നഷ്ടപ്പെട്ടത്. 71 വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസുകൾ ആണ് നഷ്ടപ്പെട്ടത്. കരാർ അധ്യാപകൻ വാലുവേഷനായി കൊണ്ടുപോയ പേപ്പറുകൾ ആണ് നഷ്ടപ്പെട്ടത്. ഈ 71 വിദ്യാർത്ഥികളോടും പരീക്ഷ വീണ്ടും എഴുതാൻ സർവകലാശാല ആവശ്യപ്പെട്ട പശ്ചാത്തലത്തിലാണ് വലിയ പ്രതിഷേധം ഉയരുന്നത്. 2024 മെയ് മാസത്തിൽ നടന്ന പരീക്ഷയാണ്. അതിനുശേഷം 4ാം സെമസ്റ്റർ പൂർത്തിയാക്കി പല വിദ്യാർത്ഥികളും ഇയർ ഔട്ട് ആയ സാഹചര്യം ഉണ്ട്. അവർ ആണ് ഇനിയും മടങ്ങിയെത്തി പരീക്ഷ എഴുതേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും പരീക്ഷ എഴുതുക എന്നത് പ്രായോഗികമല്ല എന്നാണ് വിദ്യാർത്ഥി സംഘടനകൾ അടക്കം വ്യക്തമാക്കുന്നത്.